ജയ് ഭീം. ജാതിയെക്കുറിച്ച് തന്നെയാണ് പറയുവാനുള്ളത്. ജാതിയെ സംബന്ധിച്ച് പറയരുത് എന്ന്, ജാതിയെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും പറയാറുണ്ട്. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞ് കേവലമായ സമയത്തിനകം തന്നെ ജാതിയെക്കുറിച്ച് അവർക്ക് തന്നെ പറയേണ്ടി വരാറുണ്ട്. കാരണം ജാതീയമായ അതിക്രമങ്ങൾ, ജാതീയമായ ആക്ഷേപങ്ങൾ, ജാതീയമായ കൊലകൾ, അങ്ങനെ ആ നിലയിലുള്ള ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള നിരവധിയായ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പരക്കെ നടന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ഔദ്യോഗിക മേഖലകളിലും മറ്റുന്നത വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം ജാതീയമായ അതിക്രമങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതിയെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നവർക്ക് തന്നെ ജാതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ തൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന, ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത്, നിങ്ങളെങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ചാടി വീഴുന്നത് ജാതി എന്ന് പറയുന്ന ദുർഭൂതമായിരിക്കും. ഈ ജാതി എന്ന ദുർഭൂതത്തെ കൈകാര്യം ചെയ്യാതെ, അതിനെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ യാതൊരു പരിഷ്കരണവും സാധ്യമല്ല എന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കാനുണ്ടായ വസ്തുതയും അതുതന്നെയാണ്. നമുക്ക് ജാതിയില്ല എന്ന് മാർക്സിസ്റ്റുകൾ ചുമരിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു തെരുവുകൾ തോറും. നമുക്ക് ജാതിയില്ല എന്ന് പറയുന്നത് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ മഹത്തായ ഒരു വചനമാണ്. അദ്ദേഹം ഒരർത്ഥത്തിൽ താൻ എല്ലാവിധമായ ജാതി ചിന്തകളിൽ നിന്നും മതചിന്തകളിൽ നിന്നും മുക്തനായിരിക്കുന്നു. ജാതിക്കോ മതത്തിനോ അപ്പുറത്തുള്ള, അതിനതീതമായ ഒരു വ്യക്തിത്വമാണ് തൻ്റേത് എന്ന അർത്ഥത്തിലാണ് നമുക്ക് ജാതിയില്ല എന്ന് അദ്ദേഹം വിളംബരം ചെയ്തത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് ജാതിയില്ല എന്ന വലിയ കാമ്പയിൻ കേരളത്തിൽ മാർക്സിസ്റ്റുകളടക്കം നടത്തുകയുണ്ടായി. ജാതിരഹിത കേരളം എന്ന നിലയിലുള്ള കാമ്പയിനുകളും ചുമരെഴുത്തുകളും എല്ലാം വളരെ പ്രകടമായിരുന്നു. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് മഹാനായ നാരായണ ഗുരുദേവൻ പറഞ്ഞപ്പോൾ നാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണമെന്ന്. ഇത് രണ്ടും ഒരർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇത് ആരോടാണ് പറഞ്ഞത്, ആരെയാണിത്, ഈ രണ്ട് പരാമർശങ്ങളും ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നാരായണ ഗുരുദേവൻ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞത് ആരോടായിരിക്കും? നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ആരാണോ ജാതി ചോദിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്തത് അവരോടാണ് പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന്. ജാതി ചോദിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്തത് ഇന്ത്യയിലെ അഥവാ കേരളത്തിലെ സവർണരാണ്. സവർണ ജാതികളിൽപ്പെടുന്നവരാണ് ഈ ജാതി ചോദിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്തത്. അവരോടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. തീർച്ചയായും സഹോദരൻ അയ്യപ്പൻ, നാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണമെന്നാണ്. പക്ഷേ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ഈ ജാതി കൊണ്ട് പൊറുതിമുട്ടി ജാതിയുടെ എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളോടാണ്, തൊട്ടുകൂടാത്തവരോടാണ്, അഥവാ അയിത്ത ജാതിക്കാർ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ജാതിയുടെ ഇരകളും ബലിയാടുകളുമാക്കപ്പെട്ട ആളുകളോടാണ് പറഞ്ഞത് ജാതി വ്യവസ്ഥിതി അവസാനിപ്പിക്കണമെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടവർ ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്നുള്ളത്. തീർച്ചയായും നമുക്ക് ഇപ്പോൾ മനസ്സിലാവും, ജാതി വ്യവസ്ഥിതി അവസാനിപ്പിക്കാൻ, ജാതി വ്യവസ്ഥിതിയുടെ എല്ലാവിധമായ ദുരന്തങ്ങൾക്കുമെതിരെ കലാപം ചെയ്യാൻ ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജാതി ഇല്ല എന്ന് പറയുന്നത് പ്രധാനമായും കേരളത്തിലെ മാർക്സിസ്റ്റുകളാണ്. മാർക്സിസ്റ്റുകൾ അതുവഴി ഉദ്ദേശിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ ആരെയാണോ മനസ്സിൽ കണ്ടുകൊണ്ട് ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണമെന്ന് പറഞ്ഞത് ആ വിഭാഗങ്ങളോട്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലെ ജാതി വ്യവസ്ഥിതിയുടെ ഇരകളും ബലിയാടുകളും ആക്കപ്പെട്ട
ദലിതരടക്കമുള്ള, ആദിവാസികളടക്കമുള്ള, പിന്നോക്ക വിഭാഗങ്ങളടക്കമുള്ള ഈ വിഭാഗങ്ങളോടാണ് സഹോദരൻ അയ്യപ്പൻ ജാതി ചോദിക്കണം, പറയണം, ചിന്തിക്കണം എന്ന് പറഞ്ഞത് എങ്കിൽ ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ അവരോട് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ജാതി ചോദിക്കരുത്, നമുക്ക് ജാതി ഇല്ല, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഉണ്ടാവാൻ പോകുന്നത് ജാതി വ്യവസ്ഥിതി സമൂഹത്തിൽ നിലവിലിരിക്കുന്നൊരു സംഗതിയാണ്, സമൂഹത്തിൽ ഉള്ള സംഗതിയാണ്. ജനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന, ജനങ്ങൾ പിന്തുടരുന്ന, ജനങ്ങളുടെ ജീവിത രീതിയാണ് സത്യത്തിൽ ജാതി എന്ന് പറയുന്നത്. ആ ഒരു ജീവിത രീതിയെ ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്നതല്ല. ഉദാഹരണത്തിന്, നമുക്ക് ഒരാൾക്ക് പനി വന്നു എന്നിരിക്കട്ടെ, അയാൾ പനിച്ച് അതിഗുരുതരമായ അവസ്ഥയിൽ അയാൾ പനിച്ച് വിറയൽ അനുഭവപ്പെട്ടുകൊണ്ട് അയാൾ വലിയ ഏറ്റവും സീവിയറായ പനി അനുഭവിക്കുന്ന ഒരാളാണ്. അയാൾ പറയുകയാണ് എനിക്ക് പനിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഒരു സ്ഥലത്തിരുന്നാൽ, ഒരു സ്ഥലത്ത് കിടന്നാൽ ഉണ്ടാവുക അയാൾ മാരകമായ പനി പിടിപെട്ട് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. മറിച്ച് തനിക്ക് പനിയുണ്ട് എന്ന് പറയുകയും ഡോക്ടറെ കാണിക്കുകയും അതിന് ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയും ചെയ്താലാണ് പനി പിടിപെട്ട ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ, കേരളത്തിലെ മാർക്സിസ്റ്റുകൾ ഈ ജാതി മൂലം സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ദുരിതം പേറി നിൽക്കുന്ന ഒരു ജനതയോട് ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. അതിൻ്റെ അനന്തരഫലം ജാതീയമായി അവർ ഏറ്റവും അടിത്തട്ടിലേക്ക് പോവുകയും ജാതിയെ അഡ്രസ് ചെയ്യുവാൻ, ജാതിയെ അഭിസംബോധന ചെയ്യുവാൻ, ജാതിക്കെതിരായി, ജാതി വ്യവസ്ഥിതിക്കെതിരായി എന്ത് പരിഹാര മാർഗമാണുള്ളത് എന്ന പരിഹാരത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്ത സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഉണ്ട്, ജാതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആദ്യം സമ്മതിക്കണം. ജാതി ഉണ്ട് എന്നും ജാതി വ്യവസ്ഥിതിക്ക് പരിഹാരം എവിടെയാണുള്ളത് എന്നും കേരളത്തിലെ ജാതി വ്യവസ്ഥിതി കൊണ്ട് പൊറുതിമുട്ടുന്ന വിഭാഗങ്ങൾക്ക് കണ്ടെത്താനും ആ ദിശയിലേക്ക് തിരിയാനുമുള്ള അവരുടെ സാമൂഹിക പരിവർത്തനത്തിൻ്റെ, സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ആ ഒരു ദിശയിലേക്ക് നടക്കുവാനുമുള്ള കേരളത്തിലെ ഈ ജാതി മൂലം പുറന്തള്ളപ്പെട്ട, ജാതി മൂലം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള അവസരത്തെ നിഷേധിക്കുകയും ആ വഴിയിൽ നിന്നും ജാതിയില്ല, ഞങ്ങൾക്ക് ജാതിയില്ല എന്നൊരൊറ്റ പ്രഖ്യാപനത്തിലൂടെ അവരെ തീർച്ചയായും കേരളത്തിലെ ദലിതരടക്കമുള്ള, പിന്നോക്കക്കാരടക്കമുള്ള വിഭാഗങ്ങളെ സാമൂഹികമായി വന്ധ്യംകരിക്കുകയുമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്തത്. തീർച്ചയായും അവിടെ നിന്നും അവർ തിരിഞ്ഞ് നടക്കേണ്ടതുണ്ട്. ജാതിയുണ്ട് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. ഉള്ള ജാതിക്ക് മരുന്ന് എവിടെയാണുള്ളത്? അത് കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലിലാണോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണോ, അംബേദ്കറുടെ സിദ്ധാന്തങ്ങളിലാണോ എന്ന പരിശോധന കേരളത്തിലെ, ഇന്ത്യയിലെ ദലിതർ പുനരാലോചന നടത്തേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളത്തിലെ ദലിതർ പോവുക, പിന്നോക്ക വിഭാഗങ്ങൾ പോവുക.